ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് നേരുന്നു. അപ്പോൾ ന്യൂസിലൻഡ് IJK ഫാമിലിയുടെ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും കൂടി എനിക്ക് സിക്ക് ലീവ് ആയത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കിടന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബെഡ്മ കിടക്കൽ പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് ഞാനും പൊന്നൂസ് നിലത്ത് കിടന്നു, ഓട്ടിനുണ്ടായിട്ടും മേളേക്കാണ് കിടന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കാലത്ത് തന്നെ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവരൊക്കെ പതുക്കെ എഴുന്നേറ്റ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷീറ്റുകളെല്ലാം മടക്കി അപ്പുറത്തെ റൂമിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോഴും പല്ലുവേദന ഉണ്ട്, അന്നേരം റൂഫിനും പാരസെറ്റമോളൊക്കെ കഴിച്ച് ഞാൻ സെറ്റാണ്. അപ്പോൾ അതായത് എൻ്റെ വീട്ടിൽ എഴുന്നേറ്റ് പിള്ളേരുകളൊക്കെ എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുമ്പോഴേക്കും അവരെന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. തല്ല് കൂടുന്നോ എഴുന്നേൽക്കുന്നതാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് കുറച്ച് ഫാസ്റ്റും കൂടി ആക്കിയത് കാരണം കൊണ്ട് അവർ ഇടി കൂടുന്ന പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. അപ്പോൾ ഞങ്ങളവിടെ കിടക്കാൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് അവിടുത്തെ കസേരയൊക്കെ കുറച്ച് നീക്കിയാണ് വെച്ചായിരുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ബ്ലൈൻഡ്സൊക്കെ ഞാൻ തുറന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി 8:30 ഇനിയും അവർ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അത് കാരണം കൊണ്ട് ഞാൻ ബ്ലൈൻഡ്സൊക്കെ തുറന്ന് താഴത്തേക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരുന്നു. ഒരാൾക്ക് ചായ, ഒരാൾക്ക് കട്ടൻ ചായ, ഒരാൾക്ക് പാൽ കാപ്പി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞാൻ ചായ വയ്ക്കാമെന്ന് വിചാരിച്ച് താഴത്തേക്ക് പോകാൻ. അപ്പോൾ ബ്ലൈൻഡ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് വെച്ച് അതും ചെയ്തു. അങ്ങനെ താഴെ പോയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. ഇന്നലെ അവർക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പിസ്സ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ പാലും തിളപ്പിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആണല്ലോ. അപ്പോൾ വെള്ളത്തിൽ നമുക്കപ്പോൾ ചായ ഉണ്ടാക്കാം, കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാൽ തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ പൊന്നൂസിന് എപ്പോഴും അവൻ കോഫി കുടിക്കാറ്. അപ്പോൾ അവന് പാലിൽ ജസ്റ്റ് കോഫി പൗഡർ ഇട്ട് അതും അങ്ങനെ മിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരാൾക്ക് ചായ, ഒരാൾക്ക് കാപ്പി എന്നൊക്കെ അങ്ങനെ പറഞ്ഞാലുണ്ട്. കുറച്ച് കട്ടൻ ചായ വെച്ചു, പാല് തിളപ്പിക്കാൻ വെച്ചു, പാലൊക്കെ തിളച്ചു കേട്ടോ. പിന്നെ ഔട്ടി കട്ടൻ ചായ മതി. അപ്പോൾ ഔട്ടിക്ക് പിന്നെ കെറ്റിലിൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ വെച്ചു പാലിപ്പോൾ തിളച്ചു പോകുന്ന വെച്ചിട്ട് ഇനി ചായ സെറ്റാക്കാം. അപ്പോൾ ഞാനതൊരു കുഞ്ഞ് റീലാക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ മൊബൈലിലൂടെ ഞങ്ങൾ സൈഡിൽ ഗിംബലം എടുത്ത് വെച്ചേക്കണം. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ കുട്ടി ക്യാമറയിൽ ഷൂട്ട് ചെയ്യണേ. അപ്പം കുറേ ദിവസമായിട്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല, ഇതിനകത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എടുക്കാം. അവരിപ്പോൾ വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ പാലും കട്ടൻ ചായയൊക്കെ തിളച്ചായിരുന്നു. അപ്പം പൊന്നൂസിനുള്ള പാല് ഞാൻ മാറ്റി വെച്ച് അതിനകത്തോട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ചതും പാലും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ചായക്കടയിലൊക്കെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച ചായയില്ലേ, അതുപോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കപ്പിനകത്തോട്ട് അരിച്ചു മാറ്റിയിട്ടോ. അപ്പോൾ പിന്നെ അതിലത്തെ മട്ടൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് പാത്രം കഴുകിയെടുത്തിട്ടാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് അടിച്ചടിച്ചടിച്ച് നന്നായിട്ട് പതപ്പിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പത ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് പതപ്പിച്ച ചായ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പിന്നെ അതിലത്തെ പതയൊക്കെ എടുത്ത് മറ്റേ ടീസ്പൂൺ വെച്ച് എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിള്ളേരും. അവർക്കും പത അങ്ങനെ അത്ര കാര്യമായിട്ട് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ ഡെയിലി കാലത്ത് എഴുന്നേറ്റ് വരും, പിള്ളേർ തന്നെ എഴുന്നേറ്റ് വരും. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കാണും കേട്ടോ. ഇന്ന് പിന്നെ എൻ്റെ ഏട്ടൻ എങ്ങടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏട്ടൻ കാലത്ത് തന്നെ ഇന്നിവിടെ ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ സമാധാനമായിട്ട് ആശ്വാസമായിട്ടിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ സാധനങ്ങളൊക്കെ സെറ്റാക്കി, അതുപോലെ തന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച്. അപ്പോൾ എൻ്റെ ഏട്ടൻ റെഡിയായി. അപ്പോൾ എൻ്റെ ഏട്ടന് എന്നും ക്രിക്കറ്റിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗുണ്ട്, അതിനകത്ത് എൻ്റെ ഏട്ടൻ്റെ എല്ലാ സാധനങ്ങളും വെച്ച് അപ്പം എൻ്റെ ഏട്ടൻ യാത്രയാണ്. അപ്പം എൻ്റെ ഏട്ടൻ ഇപ്പോൾ വൈകിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ നന്നായിട്ട് ജയിച്ചു വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴേ നമ്മുടെ വാവുട്ടി നമ്മുടെ ഗിംബൽ വെച്ച് കളിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഉച്ചയായി. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ അവരിങ്ങനെ ഇടയ്ക്കൊക്കെ ഒരാഗ്രഹം പറയും വാരി തരാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവന് വാരി കൊടുക്കുകയാണ്. അപ്പം ഒരു കുഞ്ഞു മുട്ട, കഴിഞ്ഞ ദിവസം വെച്ച ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എൻ്റെ ഇടം വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി അവന് ചോറ് വാരി കൊടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് പോയിട്ട് ഞാൻ അവന് ചീത്ത പറഞ്ഞായിരുന്നു. മുഖത്ത് ക്രീം തേച്ചിട്ടില്ല. ഇപ്പം ഒന്നും കൂടി തണുപ്പൊക്കെ ആയ കാരണം കൊണ്ട് മുഖം ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അവൻ ക്രീം തേക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അവനങ്ങനെ ഞാൻ ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് ആണ് പൊന്നൂസ് ചോറ് കഴിക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നത്. അപ്പോൾ അവൻ നോക്കിയപ്പോണ്ടാ ഔട്ടിക്ക് ചോറ് വാരി കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അവനും അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അവനും വാരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ്റെ കഴിയട്ടെ, എന്നിട്ട് നിനക്ക് വാരി തരാമെന്ന് പറഞ്ഞപ്പം അവനും ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവനും വന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇരുന്നാലാണെങ്കിൽ തരാൻ പറ്റില്ല, അല്ലാണ്ട് എനിക്കിങ്ങനെ വലത്ത് വശത്തോട്ട് വാരി കൊടുക്കാൻ അറിയില്ല. പക്ഷേ അവന് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, നീ വരണ്ട, പക്ഷെ ഞാൻ നിനക്ക് വാരി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് വാരി കൊടുത്തു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് ധീരം സിനിമ കണ്ടു കേട്ടോ. ആ സിനിമ കാണുന്ന സമയത്ത് നല്ല അടിപൊളി പടമായിരുന്നു. 2025 ഇറങ്ങിയൊരു മലയാളം പടമാണ്.
അപ്പോൾ ആ സമയത്ത് 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ തല കുളിച്ചിട്ടുണ്ടായില്ല, പല്ലുവേദനയായ കാരണമുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് തല കുളിക്കുവാണ്. ഇപ്പോഴും വേദനയുണ്ട്, എന്നാലും വലിയ എന്താ പറയുക ആദ്യം കഠിനമായിട്ടുള്ള വേദനയും ആ ഇൻഫെക്ഷനൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്ന് വെച്ചാൽ തലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ച് കുളിക്കാമെന്ന്. അത് കഴിഞ്ഞ് തലയിൽ വെളിച്ചെണ്ണ തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അവരുടെ റൂമൊക്കെ അവർ അടിപൊളിയായിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ റൂമും അവരുടെ റൂമും അടിപൊളിയാക്കിയിട്ടുണ്ട്. എവിടെ എന്തായി കളി? ബാക്കി 2 കളിയോ? ഫൈനലാ ഇപ്പൊ തോറ്റാ? അതെന്തേ? പക്ഷെ സെക്കൻഡ് അല്ലേ? അപ്പൊ പിള്ളേര് സൈക്കിളോട്ടം പോയിക്കാം. കുറച്ച് നേരം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നു സൈക്കിളോട്ടം പോട്ടെ, സൈക്ലിങ്ങിന് പോട്ടെ, എന്നിട്ട് ബൈക്കിങ്ങിന് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനം പോയി. മൊബൈൽ കൊണ്ട് പോയിട്ടുണ്ട്, എപ്പോഴും വരാന്നറിയില്ല. അടിപൊളി. സ്റ്റോറി ഇടാക്കട്ടെ. നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ശരിക്കും അറിയായിരുന്നു, ഞങ്ങൾ ഇന്നലെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ട് മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോയായിരുന്നു അവർ ഓൾറെഡി കട്ട് ചെയ്തപ്പം. അപ്പോൾ നമ്മളത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ മനസ്സിലുള്ള ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് റീലില്ലേ അതുപോലെ വറക്കാനായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് നമ്മൾ മീൻ വറുത്ത് കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് വെറുതെ മീൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എൻ്റെ ടെൻഷൻ മീൻ മാത്രം കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചാറുകറി വേണ്ട. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പരിപ്പും കൂടി റെഡിയാക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മുടെ മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊരു ഇച്ചിരി മാത്രം നമ്മൾ ഇന്നലെ വെച്ചിരുന്ന ചിക്കൻ ചോറിൻ്റെ ഒരു ഇച്ചിരി ചോറ് ബാക്കിയുണ്ട്. അപ്പം നമുക്ക് നാളെ ആയാലും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനായാലും പിള്ളേർക്കായാലും ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കാൻ ചോറ് വേണം. അപ്പോൾ നമ്മൾ വേഗം ചോറുണ്ടാക്കി. അപ്പോൾ ഞാൻ പരിപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എന്നിട്ട് പിന്നെ നന്നായിട്ട് പൊടികളൊക്കെ ഇട്ടുന്നത്. അപ്പം ഞാനതിങ്ങനെ അടച്ച് വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്ത് കടുക് ഇടുമ്പോഴായാലും എണ്ണയ്ക്കകത്ത് സബോള ഇടുമ്പോഴായാലും അതങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് വേണ്ടാതെ വെച്ചിട്ട് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടാണ് എപ്പോഴും വഴറ്റുക. അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുത്തിമുളകാണ് ഇടുന്നത് കേട്ടോ. ഇതിൽ ഞാൻ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല, കുത്തിമുളക് ഇടുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ സ്കിപ്പായി പോയെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഇച്ചിരി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ തിളപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പരിപ്പ് അതിനകത്തോട്ട് കഴുകിയിടുകയാണ്. എന്നിട്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പം എന്നുവെച്ചാൽ ഈ ഒരു ഓറഞ്ച് പരിപ്പ് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒറ്റൊരു വിസിലടിപ്പിക്കും. അത് കഴിഞ്ഞ് പക്ഷേ വിസിലടിച്ചാൽ നമ്മൾ കുറേ നേരം എടുത്ത് വെക്കരുത്. അപ്പോൾ തന്നെ വേഗം അതിൻ്റെ ആവി കളഞ്ഞ് നമ്മൾ എടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് ഭാഗമായിട്ടിരിക്കും. എനിക്ക് പണ്ടൊക്കെ പറ്റാറുണ്ട്, ഞാൻ വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അത് ഭയങ്കരമായിട്ട് വെന്ത് പോകും. എന്നിട്ട് പിന്നെ ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാവരും വേഗം കുളിച്ച് റെഡിയായിട്ട് പിന്നെ പള്ളിയിൽ പോയി. അപ്പോൾ ഇന്ന് കാലത്ത് പള്ളിയിൽ പോകാൻ പറ്റില്ല, 2 ക്രിക്കറ്റ് മാച്ച് ഉണ്ടായതുകൊണ്ട് നമുക്ക് കാലത്ത് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കത്തീഡ്രലിലാണ് നമ്മളെപ്പോഴും പള്ളിയിൽ പോകാറ് കേട്ടോ. മലയാളം കുർബാന ഉണ്ട് നമുക്കിവിടെ, പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോകാറുള്ളൂ. അപ്പോൾ ഇന്നതേ കത്തീഡ്രലിൽ പോയി കുർബാന കൂടി. എന്നിട്ട് പണി ചേട്ടാ ഞാന് ചെറിയ കാര്യങ്ങൾ നോക്കാം. എന്ത് കാര്യങ്ങളാ? ഒരു സന്തോഷം ഉണ്ടാക്കണ കാര്യമാണ്. എന്നിട്ട് പറയാം ഇപ്പോഴല്ലേട്ടാ ഡിസംബറിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാം. പക്ഷെ ഡിസംബറിൽ അതിന് ടിക്കറ്റിന്റെ പ്രോസസ്സിംഗിലാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യില്. അവന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചു അല്ലേ? ഹോൾഡ് ചെയ്ത് വെച്ചു. എടുത്ത പോലെ തന്നെ. അപ്പൊ അത് ചെയ്തു. ഭയങ്കര സന്തോഷം. എന്നിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മളിങ്ങനെ ചെയ്യും, നാട്ടിൽ പോകും. അപ്പൊ പൊന്നൂസിന്റെ ആഗ്രഹം എന്നിട്ടെന്നറിയോ? ഫസ്റ്റ് തന്നെ പൊന്നൂസ് നീ വീഡിയോയിൽ വരണ്ട, പക്ഷെ നിന്റെ ആഗ്രഹം പറയാൻ പറ്റുമോ? വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലേ? നാട്ടിൽ ചെന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നിട്ടാ ഗീ റോസ്റ്റ് തിന്നണമെന്ന്. കുട്ടിക്കോ? ഈ 2 സാധനം ഇവിടെ വീട്ടിലുണ്ടാക്കാം, ഇവിടുന്ന് കിട്ടും. പക്ഷെ അവർക്ക് നാട്ടിൽ പോയിട്ട് പാനിപ്പൂരി നാട്ടിൽ പോയിട്ട് തിന്നേണ്ട സാധനങ്ങൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ ചോറും നമ്മൾ നല്ല അടിപൊളി പരിപ്പ് കറി. കൊറോണ കളി കാണണം രാത്രി, ഫൈനലുണ്ടല്ലോ അല്ലേ? ഞങ്ങളിത് നല്ല അടിപൊളി പരിപ്പും മീനൊക്കെ ഉണ്ടാക്കിയപ്പോൾ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ചോറാണെന്നൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇവര് മാർക്കറ്റ് പ്ലേസിൽ അതൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി വന്നു. പിന്നെ ടിക്കറ്റ് എടുക്കണതിന്റെ സന്തോഷത്തിൽ മറ്റേ സന്തോഷ പൊങ്കിലമായിട്ട് ഇവിടെ വർത്താനവും മേളമായിരുന്നു.
പിള്ളേരുടെ അടുത്ത് എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, സാമ്പാർ കഴിക്കാം, വട കഴിക്കാം, അതേപോലെ പാനിപ്പൂരി. സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതാണ് കാര്യം. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആണ് ഇപ്പോഴേ. ഇപ്പൊ എത്ര, ഇത് മാർച്ച് ആയില്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, കുറെ നാളുണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കൂടി നമ്മൾ പോവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കല്ലേ. എൻ്റെ എണ്ണൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പോയിട്ടില്ല. എൻ്റെ എണ്ണും പിള്ളേരും 2023 ഞങ്ങൾ ഏപ്രിൽ 4 ഇവിടെ വന്നതാണ്. ഞാൻ ഇടയ്ക്ക് പോയി, 2 പ്രാവശ്യം പോയി. എൻ്റെ എണ്ണും പിള്ളേരും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കണം ഞങ്ങളെല്ലാവരും. നാളെ തൊട്ട് നല്ല പണിയെടുക്കണം. 2 ദിവസത്തെ അവധി കഴിഞ്ഞ് നാളെ ഒരു ജോലിക്ക് കാരണം ഞാൻ ഇച്ചിരി കൂടി ഉഷാറായി. എൻ്റെ പല്ല് കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സൈഡിലൊക്കെ വേദന ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ എൻ്റെ ഈ പല്ല് വേദന നേരം തന്നെ പറയാൻ നേരമുള്ളൂ എന്ന് വിചാരിക്കരുത്, സോറി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമാണോ? പിന്നെ സന്തോഷം എന്തുകൊണ്ടാ? ഇപ്പൊ കിടന്ന് ഉറങ്ങണോ അതോ രാത്രി എണീക്കണോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഉറങ്ങാണ്ടിരിക്കണോ, ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങി. ഉറങ്ങണ്ട, അതാണ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാം. ഞാൻ ഈ സൈഡിൽ കിടന്ന് ഉറങ്ങിക്കോളാം. അപ്പൊ കിടന്ന് ഉറങ്ങി പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ബൈ.